ചില മാനകങ്ങൾ അനുസരിച്ച് നമ്മൾ ഐക്യപ്പെട്ടതിന്റെ ഓർമ്മ കൂടിയാണല്ലോ വാസ്തവത്തിൽ. 2 ദിവസം വൈകിട്ടാണെങ്കിലും നമ്മൾ കൂടുന്നത് അല്ലേ? ആ മാനകം എന്തായിരുന്നു? ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകൾ അല്ലേ? 956 നമുക്ക് അങ്ങനെയാണ് പ്രധാനപ്പെട്ട വർഷമായിരിക്കുന്നത്. 56-ന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. 56 വാസ്തവത്തിൽ വേറെ ചില രീതിയിൽ ചില രക്തസാക്ഷിത്വങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു നമ്പറാണ്. നമ്മുടെ സ്റ്റേറ്റ് നിലവിൽ വരുന്നതിന് കാരണമാകുന്ന വിധത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നത് 56 ദിവസം നിരാഹാരം ഇരുന്ന് മരിച്ച ഒരാളുടെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ്. പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 56 ദിവസമാണ് നിരാഹാരം കിടന്ന് ഒടുവിൽ മരിച്ചത്. തന്റെ നിരാഹാരം ഫലവത്താകും എന്ന് വിചാരിച്ച ആളാണ്. പക്ഷെ അത് അങ്ങനെയല്ല സംഭവിച്ചത്. കേൾക്കാലോ അല്ലെ? അത് 1952-ലായിരുന്നു. 52-ൽ തന്നെയാണ് മറ്റൊരു ഭാഷാ സമരം ഇന്ന് ബംഗ്ലാദേശ് എന്ന് വിളിക്കുന്ന അന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശത്തും നടക്കുന്നത്. 1952 ആ നിലയ്ക്ക് പ്രസക്തമാണ്. പോറ്റി ശ്രീരാമുലുവിന്റെ രക്തസാക്ഷിത്വം 56 ദിവസത്തെ നിരാഹാരത്തിന് ശേഷമാണ് എന്നതുകൊണ്ട് 56 എന്ന നമ്പർ പ്രസക്തമാണ്. പിന്നീട് 56-ൽ നമ്മൾ ഒരു ഭാഷ സംസാരിക്കുന്നവർ എന്ന ഐക്യത്തിൽ ഒരു സംസ്ഥാനമായിട്ട് തീരുകയും ചെയ്യുന്നു. ഒരു ഭാഷ സംസാരിക്കുന്നവർ എന്നൊക്കെയുള്ളത് ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രസ്താവമാണ്. അത് പറഞ്ഞുകൊണ്ട് വേണമല്ലോ അതിലേക്ക് കിടക്കാൻ. കാരണം നമ്മളെല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളല്ല. കേരളത്തില് ധാരാളം ഭാഷകൾ വേറെയുണ്ട്. ഭൂരിപക്ഷം സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം എന്നേ നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും മാതൃഭാഷയൊക്കെ ആലോചിക്കുന്ന ദിവസം വരുമ്പോൾ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ മലയാളം മാത്രം മനസ്സിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം ഇത് നമുക്ക് അത്ര മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ട്. എന്തായാലും ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. മാഷ് നേരത്തെ ആമുഖം പറഞ്ഞതുപോലെ ഭാഷയും ജനാധിപത്യവും എന്നൊരു വിഷയം ധാരാളം കുട്ടികളുടെ ഇരിപ്പുണ്ട്. എല്ലാവരും മലയാളം പഠിക്കുന്ന കുട്ടികളൊന്നും അല്ല എന്തായാലും. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ഒരു പ്രതിനിധി വന്ന് പറഞ്ഞത് 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ലൈബ്രറിയാണ് ഈ ക്യാമ്പസിലെ ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന്. ഞാൻ വിചാരിക്കുന്നത് അവിടെ അധ്യാപകരെ തീരെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? നല്ല സ്ഥലമായിരിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ വേറെ എന്തെങ്കിലും സെൻസിലാണോ പറഞ്ഞത് എനിക്കറിയില്ല. സാധാരണ കുട്ടികളെയൊന്നും അങ്ങനെ കാണാറില്ല അവിടേക്ക്. അതെന്തെങ്കിലും കുറ്റമായിട്ടൊന്നും അല്ല, അവിടെ അവരെ എൻഗേജ് ചെയ്യാനൊന്നുമില്ല. കുറെ പുസ്തകങ്ങളുണ്ട് എന്നുള്ളത് അവരെ അങ്ങനെ ഈ കാലത്തും എൻഗേജ് ചെയ്യണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൽ കാര്യമില്ല. മനുഷ്യൻ സമയം കളയാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ വളരെ മുമ്പൊക്കെ വലിയ സമയം എടുത്ത് വായിക്കാൻ ഇരുന്നിരുന്നത്. മറ്റൊന്നും ചെയ്യാനില്ലാത്തവർ. നമ്മളങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്തവരല്ല ഇപ്പോൾ. നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ പുസ്തകത്തിന്റെ മുമ്പിൽ തന്നെ ഇരിക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല പുസ്തകത്തിൽ മാത്രമല്ല വായിക്കുന്നത് പുസ്തകത്തിലാണെന്നൊക്കെ ഉള്ളത് പഴയ ഒരു തെറ്റിദ്ധാരണയാണ്. വായന എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഭാഷാ വ്യവഹാരം പോലും അല്ല. വായന പല വിധത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മളൊരു മനുഷ്യനെ കേൾക്കുന്ന സമയത്ത്, ഒരു മനുഷ്യനെ കുറിച്ച് അറിയുന്ന സമയത്ത്, ഒരു സംഭവത്തെ പറ്റി മനസ്സിലാക്കുന്ന സമയത്ത്, ഒരു കാഴ്ച കാണുന്ന സമയത്ത്, ഒരു ചിത്രം കാണുന്ന സമയത്ത്, ഒരു സിനിമ കാണുന്ന സമയത്ത് ഒക്കെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് വായന. അങ്ങനെ വിശാലമായ ഒരു അർത്ഥം വായന എന്നുള്ള വാക്കിനുണ്ട്. നമ്മൾ അങ്ങനെയല്ല തൽക്കാലത്തേക്കെങ്കിലും വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വായിക്കാത്ത മനുഷ്യന്മാർ ആരും ഇവിടെ ഇല്ല. ഇവിടെയുള്ള എല്ലാവരും വായനക്കാരാണ്. മാത്രമല്ല അങ്ങനെ എല്ലാവരും ഈ പുസ്തകം വായിക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക് തന്നെ വന്നാലും എല്ലാവരും അങ്ങനെ പുസ്തകം വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോകത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും പുസ്തകം വായിച്ചിട്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അപകടമുള്ളതായിട്ട് തോന്നിയിട്ടുമില്ല. വായിക്കേണ്ടവർ വായിച്ചാൽ മതി, അത്ര. അത് ആ നിലയ്ക്ക് സമയം ചെലവഴിക്കാനുള്ളവർ ആ നിലയ്ക്ക്
സമയം ചെലവഴിച്ചിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം ജീവിതത്തിന് എന്ന് ആലോചിക്കുന്നവർ വായിച്ചാൽ മതി. അല്ലാതെ ആ സുഹൃത്ത് പറഞ്ഞ പോലെ വയലാറും ഉള്ളൂരും ഒന്നും അവിടെ ഇരുന്ന് സങ്കടപ്പെടില്ല ലൈബ്രറിയിൽ. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഭാഷ അന്യം നിന്നു പോകുന്നു എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മുടെ ഭാഷ അന്യം നിന്ന് പോകും. നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് അല്ലെ, അത് അങ്ങനെ അന്യം നിന്ന് പോവുക? അന്യം നിന്ന് പോവുക എന്നുള്ള വാക്ക് തന്നെ ഒരു തരത്തില് അപകടം പിടിച്ച വാക്കാണ്. നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാണ് നേരത്തെ ആശംസ പറഞ്ഞ ഒരാൾ വളരെ ശ്രദ്ധിച്ചുപയോഗിച്ച ഒരു വാക്ക്. അന്യസംസ്ഥാന തൊഴിലാളി എന്നായിരുന്നു മുമ്പ് ഉപയോഗിച്ചിരുന്ന വാക്ക്. അതാണ് നമ്മൾ അതിഥി തൊഴിലാളി എന്ന് മാറ്റിയത്. അതൊരു സെൻസിബിളായ മാറ്റാണ്. എന്തുകൊണ്ടാണ് അത് സെൻസിബിളായ മാറ്റമായിരിക്കുന്നത്? കുറച്ചുകൂടി ജനായത്വത്തിന്റെ സ്വരം അതിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഭാഷയും ജനാധിപത്യവും എന്ന് പറഞ്ഞൊരു വിഷയം സംസാരിക്കുന്ന സമയത്ത് രണ്ട് വാക്കുകൾ അല്ലെ, ഭാഷ എന്നൊരു വാക്ക്, ജനാധിപത്യം എന്നൊരു വാക്ക് വളരെ പ്രധാനമായിട്ടിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയെങ്കിലും ചേർന്ന് പോണ കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിലല്ല. ഇത് രണ്ടും ചേർന്ന് പോകാനുള്ള സാധ്യത വളരെ കുറവുമാണ്. കാരണം താരതമ്യേന വളരെ ചെറിയ കാലത്തെ ഒരു മനുഷ്യ നിർമ്മിതിയോ സങ്കല്പമോ ആണ് വാസ്തവത്തിൽ നമ്മൾ ജനാധിപത്യം, ജനായത്വം എന്നൊക്കെ പറയുന്നത്. അത് ഭാഷയുമായി ആലോചിച്ച് നോക്കുമ്പോൾ വളരെ പ്രായം കുറഞ്ഞ ഒരു സങ്കല്പനമാണ്. ഭാഷയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം അത് സ്വയംഭൂവാണ് എന്നാണ്. ഭാഷ സ്വയമേ ഉണ്ടായതാണ്. അങ്ങനെയല്ല. ഭാഷ മനുഷ്യ നിർമ്മിതമാണ്. മനുഷ്യ നിർമ്മിത ലോകാത്ഭുതങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നമ്പർ 7-ലും 8-ലൊക്കെ ഒതുക്കുന്നതിന്റെ കാര്യം ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ചില അജ്ഞത കൊണ്ടാണ്. താജ്മഹൽ ഉണ്ടാക്കിയ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ശില്പിയുടെ പേര് പറയാൻ പറ്റുമായിരിക്കും, അതിന്റെ നേതൃത്വം കൊടുത്ത ഒരു ശില്പിയുടെ പേര്. പക്ഷെ ധാരാളം വേറെ ആളുകൾ പണിയെടുത്തിട്ടാണ് ആ സൗധം ഉണ്ടായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഭാഷയുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ശില്പിയുടെ പേര് പറയാനുണ്ടാവില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. എന്ന കാരണം കൊണ്ട് അത് മനുഷ്യനിർമ്മിതമല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ ഇടയുണ്ട്. ലോകാത്ഭുതം പറയുന്ന സമയത്ത് ശരിക്കും ഭാഷയുടെ എണ്ണം കൂടെ ചേർത്ത് പറയേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അത് 7007 7139 മറ്റോ ആണെന്ന് തോന്നുന്നല്ലേ അവസാനത്തെ കണക്ക്. 7139 + 7 ഒക്കെ ആകേണ്ടതാണ്. വേറെയും ധാരാളം ഭാഷകളുണ്ട്, നമ്മുടെ എണ്ണത്തിലൊന്നും വരാത്ത ഭാഷകളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഭാഷയ്ക്കകത്ത് ജനാധിപത്യം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ, ജനാധിപത്യം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ കോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് അത്ര വൃത്തിക്കല്ല അല്ലെ. ആധിപത്യം എന്ന വാക്കാണ് അതിനകത്ത് കിടക്കുന്നത്. ഒരുപക്ഷെ വൃത്തിക്കല്ല എന്നല്ല, വളരെ വൃത്തിക്കാന്നും വേണമെങ്കിൽ പറയാം. കാരണം അത് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധയോടുകൂടി തുടർന്നു പോരുന്നുണ്ട് എന്ന നിലയ്ക്കാം. ഇവിടെ വർത്തമാനം പറയുന്ന സമയത്ത് ഒരു സംശയമുള്ളത്, ഈ കുട്ടികൾ, ഞാൻ റിസാർ പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ മലയാളം പഠിക്കുന്ന കുട്ടികളല്ല. താരതമ്യേന മലയാളം ഫസ്റ്റ് ഇയർ മാത്രമേ ഇപ്പോൾ ക്യാമ്പസിലുള്ളൂ അല്ലേ. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ കുട്ടികളാണ് കൂടുതൽ ഇരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുക. അറ്റൻഡൻസ് അടക്കമുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്നത് ഗൗരവമുള്ള കാര്യമാണെന്നുള്ള അർത്ഥത്തിലല്ല, ഈ വിഷയത്തിന്റെ ഗൗരവമാണ് പറഞ്ഞത്. വിഷയം ഗൗരവമുള്ളതായതുകൊണ്ട് അത് അവരെ അങ്ങനെ എൻഗേജ് ചെയ്യാൻ സാധ്യതയില്ല. ഇതൊന്നും നമ്മുടെ വലിയ വിഷയമായിട്ട് അവർക്ക് തോന്നാൻ ഇടയില്ല. അതുകൊണ്ട് അത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്ക് സത്യത്തിൽ ആശങ്കയുണ്ട്. ഒരു സെമിനാർ പേപ്പർ ചെയ്യുന്ന പോലെയല്ല. ഞാൻ ഗവേഷണമൊക്കെ ചെയ്ത വിഷയമായതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ സംസാരിക്കാൻ പറ്റും എന്ന് കരുതുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് അത് എന്തെങ്കിലും ഗുണകരമാവുമോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം വളരെ ലളിതമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് വിഷയത്തിലേക്ക് ഒന്ന് ഇറങ്ങാം എന്ന് ആലോചിക്കുകയാണ്.
അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയ്ക്ക് ഞാൻ ആദ്യമേ ആലോചിക്കുന്നത് ഭാഷ എന്നും ജനാധിപത്യം എന്നും പറയുന്ന രണ്ട് വാക്കുകളെ എങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. ജനായത്വം എന്നൊരു വാക്ക് ജനായത്വം എന്നൊരു വാക്കാണ് ഞാൻ എന്റെ തിസീസിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ജനാധിപത്യം അത്ര നന്നല്ല എന്ന് എഴുതിയിട്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. ജനായത്വം അത്ര നല്ല വാക്കൊന്നും അല്ല, പക്ഷെ പല രീതിയിലും ചിലപ്പോൾ ചേർന്നു പോകാൻ ഇടയുണ്ട്. ആയത്വം എന്ന വാക്കിന് ആവശ്യമില്ലാത്തത് എന്നൊക്കെ അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ആ നിലയ്ക്ക് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തത് എന്ന അർത്ഥമൊക്കെ കിട്ടിയാൽ നല്ലതല്ലേ. കാരണം നമുക്കിപ്പോ ജനായത്വം ഒന്നും അങ്ങനെ അനിവാര്യമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ തൊട്ട് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഒരു അധികാര വ്യവസ്ഥയോട് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മളിപ്പോഴും രാജാവ് ഭരിക്കുന്ന നാട്ടിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടാവാൻ വഴിയില്ല. ഇപ്പോഴും നമ്മുടെ വ്യവഹാരത്തിലൊക്കെ രാജാവ് നേരിട്ടല്ലാതെ തന്നെ സന്നിഹിതനായിരിക്കുന്നത് കാണാം. നിങ്ങൾ നേരിട്ടും ചിലപ്പോൾ രാജാവിനെ കണ്ടിട്ടുണ്ടാവും. ഈ തലമുറയിലുള്ള ഒരാൾക്ക് രാജാവിനെ കാണാനുള്ള ഭാഗ്യവും ഉണ്ടായി അടുത്ത കാലത്ത്, അല്ലെ? ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം ചാനൽ വെച്ച് നോക്കുമ്പോൾ അതേ ചാനലിൽ രാജാവ് ഇരിക്കുന്നു. ആ ചാനൽ അന്ന് ചർച്ചയ്ക്കെടുത്ത വിഷയത്തിന്റെ ടൈറ്റിൽ രാജാവും തന്ത്രിയും മുഖ്യമന്ത്രിയും എന്നായിരുന്നു. അപ്പൊ ഒരു സ്റ്റുഡിയോയിൽ രാജാവ് ഇരിപ്പുണ്ട്. അപ്പൊ രാജാവിനോട് ചാനൽ അവതാരകൻ രാജാവെ എന്ന് വിളിച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്, രാജാവെ അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇതിൽ? അദ്ദേഹം വളരെ ഗഹനമായി തന്നെ തന്റെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്, നമുക്ക് ആ കാലമൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ട്. ആ തിരിച്ചു പിടിക്കൽ ഇപ്പൊ ഇങ്ങനെ വളരെ സ്പീഡിലാവുന്നുണ്ടല്ലോ, അല്ലെ? നമ്മൾ രാജാക്കന്മാരെ പല രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല നമ്മുടെ എല്ലാ വ്യവഹാരത്തിലുണ്ട് ഈ രാജാവ്. ഇപ്പൊ ഇന്ന് ഞാനല്ല ഇവിടെ വന്നതെങ്കിൽ, മുഖ്യമന്ത്രിയാണെന്ന് വരുന്നതെങ്കിൽ, സ്വാഭാവികമായിട്ട് ഇവിടെ നടുവിലുള്ള ഒരു ഏരിയ നമ്മൾ കുറച്ചും കൂടെ ഒഴിക്കുകയും അവിടെ ഒരു ചുവന്ന പരവതാനിയൊക്കെ വിരിക്കുകയും പറ്റുകയാണെങ്കിൽ 4 കുട്ടികളെ വരവേൽക്കാനായിട്ട് പിടിച്ചു നിർത്തുകയും ഒരു ബാൻഡോ ചെണ്ടയോ ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഒരു രാജാവിന്റെ സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയേനെ. ഇത് എവിടുന്നാണ് വരുന്നതെന്നൊന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. ഇപ്പൊ രാജാവ് നമുക്ക് വിട്ടുപോയിട്ടില്ല. ഇപ്പൊ കോഴിക്കോട് നഗരത്തിലെ ഒരു വലിയ ഫ്ലക്സ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫ്ലക്സ് ആണ്. കൺസ്യൂമർ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തമ്പുരാൻ വരും എന്നാണ്. മുഖ്യമന്ത്രിയുടെ പടവും ഒപ്പമുണ്ട്. നമുക്ക് ഈ തമ്പുരാനെയും തമ്പുരാട്ടിയെയും രാജാവിനെയും എന്തുകൊണ്ടാണ് കൈയൊഴിയാൻ പറ്റാത്തത്? നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു വിശിഷ്ട വ്യക്തി എന്നാണ് നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ, പ്രധാനപ്പെട്ടയാൾ എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു സ്ത്രീയും ശ്രീമതിയും ഒക്കെ ചേർക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും? അപ്പൊ ഞാൻ സ്ത്രീ ആണെങ്കിൽ ബാക്കി എല്ലാവരും അശ്രീകരങ്ങളോ? ഇവിടെ ഇരിക്കുന്ന അങ്ങനെ ആയിരിക്കണമല്ലോ. ഒരാൾ മാത്രം സ്ത്രീ ആണെങ്കിൽ ബാക്കി എല്ലാവരും അശ്രീകരായിരിക്കണം. ഇത് എവിടുന്നാണ് വരുന്നത്? ഈ സ്ത്രീ എവിടുന്നാണ് വരുന്നത്? ഇതൊക്കെ ജനായത്വത്തിന്റെ ഭാഷയാണോ? ഇതൊക്കെ നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് ഇപ്പോ 2 or 3 ആള് പ്രയോഗിച്ച് കണ്ടത് ഇവിടെ അധ്യക്ഷൻ എന്നാണ്. നമുക്ക് വേറെ വാക്കില്ലാഞ്ഞിട്ടല്ല. നമ്മൾ എന്നാണ് ഇനി ഒരു ജനായത്ത രീതിശാസ്ത്രത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക? അങ്ങനെ ഭാഷയിലേക്കും വരുള്ളൂ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ്. ഭാഷ ഇങ്ങോട്ടും, അല്ലെ? ഭാഷ എന്തിനുള്ളതാണ് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോ ഇപ്പോഴും ഡിഗ്രി ക്ലാസ്സിലൊക്കെ PG ക്ലാസ്സിൽ പോലും കേൾക്കുന്ന ഒരു ഉത്തരം ഭാഷ ആശയവിനിമയത്തിന് എന്നാണ്. ഏത് ക്ലാസ് വരെ പറയാം ആ ഉത്തരം? ഇപ്പൊ പറയാവുന്ന ഒരു ഉത്തരാണോ ഭാഷ ആശയവിനിമയത്തിന്? ആശയവിനിമയം എന്ന് പറയുന്നത് ഭാഷയുടെ പല ധർമ്മങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഒരുപക്ഷെ താരതമ്യേന എന്നല്ല, വളരെ കൃത്യമായി തന്നെ ഒരുപക്ഷെ വളരെ അപ്രസക്തമായി പോയ മൂല്യങ്ങളിൽ, ധർമ്മങ്ങളിൽ ഒന്നായിട്ട് അത് മാറുന്നു. ആശയവിനിമയം ഒന്നല്ല ഭാഷയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് ഇപ്പൊ നമുക്ക് വളരെ കൃത്യമായ ബോധമുണ്ട്. നമ്മളെ എങ്ങനെയാണ് ഈ ഭാഷ ഉപയോഗിച്ച ആളുകൾ പല വിധത്തിൽ ചിന്തിക്കുന്ന ആളുകളാക്കിയത്? നമ്മുടെ ധൈഷണിക വൃത്തികളെ ഭാഷ ഏതെല്ലാം വിധത്തിലാണ് സ്വാധീനിക്കുന്നത്? ഭാഷയില്ലാതെ നമ്മുടെ ചിന്ത എങ്ങനെയാണ് പ്രവർത്തിക്കുക? നമ്മുടെ ചിന്തയിലേക്ക് ഭാഷ എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ നടത്തുന്നത്? ഇപ്പൊ ഭാഷയ്ക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കകത്ത് എങ്ങനെയാണ് പരിസ്ഥിതിക്ക് അനുകൂലമല്ലാത്ത ചിന്തയും ഭാഷയും ഉണ്ടാവുന്നത് എന്നൊക്കെ ഇപ്പം ശ്രീവത്സ മാഷിന്റെ പുസ്തകം ആലോചിക്കാം.
ഹരിതഭാഷയെക്കുറിച്ചുള്ള പുസ്തകം ആലോചിക്കാം. അപ്പൊ ഭാഷ അതൊക്കെ ഒരുപക്ഷെ ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട ചിന്ത തന്നെയാണ് അല്ലെ. പരിസ്ഥിതിക്ക് എതിരായ ഒരു ദർശനം എങ്ങനെയാണ് ഭാഷ വളരെ നോർമലായി കൊണ്ടു നടക്കുന്നത്. അത് നമ്മളിലും ഭാഷ ഉണ്ടെങ്കിൽ നമ്മളിലും അതുണ്ടാവും. നമ്മളിലുള്ളത് ഇപ്പോൾ സബീറും വോഫും ഒക്കെ അവരുടെ ഹൈപ്പോത്തിസിസിൽ ഒരു സമൂഹത്തിന്റെ ഭാഷ ആ സമൂഹത്തിന്റെ ചിന്തയുടെ ലോകവീക്ഷണത്തിന്റെ ദർശനമാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് എന്ന് പറയുന്നതിന്റെ ഒരു പൊരുൾ നമുക്ക് അതിന് പുറത്തേക്ക് ആലോചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വളരെ സിമ്പിളായി ആലോചിച്ചാൽ ഇപ്പൊ നമുക്ക് എത്ര നിറങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിറങ്ങൾ കാണുന്നത് സത്യത്തിൽ വീട്ടിലേക്ക് പെയിന്റ് എടുക്കാനോ മറ്റോ പോകുമ്പോഴാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു കാറ്റലോഗ് നിറയെ നിറങ്ങളാണ്, നൂറുകണക്കിന് നിറങ്ങൾ. നമുക്ക് നിറങ്ങളുടെ എണ്ണം പേര് പറയാൻ പറഞ്ഞ എത്ര പറയാൻ പറ്റും? നമുക്ക് എത്ര പച്ചയുണ്ട്, എത്ര നീലയുണ്ട്? വളരെ പരിമിതമാണ്. അതിനർത്ഥം മറ്റു കളറുകൾ ഇല്ല എന്നല്ല, കളറുകൾ ഉണ്ട് നമ്മൾ അവിടെ പോയി നോക്കിയാൽ മനസ്സിലാവും. ആ കളറുകളൊക്കെ അവിടെ ഉണ്ട്. നമ്മുടെ ഭാഷയിലില്ല. നമ്മുടെ ഭാഷയിലില്ല, അതിന് പേരില്ല എന്നതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ ആ ആശയവും ഇല്ല എന്ന് മാത്രം ആലോചിക്കുക. ഒറ്റ കാര്യം ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ട്രാൻസ്ജെൻഡർ എന്നൊരു വാക്ക് നമ്മുടെ ഭാഷയിലേക്ക് വരുന്നത് വരെ ട്രാൻസ്ജെൻഡർ ആരായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ട്രാൻസ്ജെൻഡർ എന്നൊരു വാക്ക് വരുന്നത് വരെ നമ്മൾ അവരെ എങ്ങനെയാണ് കുറിച്ചു വരുന്നത്, നമ്മൾ അവരെ എങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്? രണ്ടും കെട്ടത്, ആണും പെണ്ണും കെട്ടത്, അല്ലെ? നപുംസകം, ഹിജഡ, പല വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് രണ്ടും കെട്ടത് എന്നൊക്കെയാണ്, ആണും പെണ്ണും കെട്ടത് എന്നൊക്കെയാണ്. ഭാഷയിൽ ഒരു വാക്കില്ലാത്തതിന്റെ കുഴപ്പമാണ്. ഇംഗ്ലീഷിൽ നിന്നാണെങ്കിലും ഭാഷയിലേക്ക് ഒരു വാക്ക് വന്നതോടുകൂടി വാസ്തവത്തിൽ വാക്കല്ല വന്നത്, ആ ഐഡന്റിറ്റിയാണ് വരുന്നത്, ആ സ്വത്വമാണ് വരുന്നത്. അവരെ നമുക്ക് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഈ രജിസ്റ്റർ നമ്പറിലൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ 9 എന്നൊക്കെ നമ്പർ വന്നു കഴിഞ്ഞാൽ വലിയ തോതിൽ അപമാനിതരാകുമായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്. അത് വലിയ എന്തോ അപകടമാണെന്ന് നമ്മൾ വിചാരിച്ചു വെച്ചത്. ഇന്ന് ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട വായന കുറഞ്ഞവർ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ വിശേഷിപ്പിച്ചു, ഞാനല്ല, നിങ്ങൾ തന്നെ നിങ്ങളെ വിശേഷിപ്പിച്ച സ്ഥിതിക്ക് ആ വായന കുറഞ്ഞ ഭാഷയെ അന്യം നിർത്തുന്ന നിങ്ങളുടെ തലമുറ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല 9 എന്നുള്ള നമ്പർ കേട്ടാൽ ചൂളിപ്പോകുന്നവരാണെന്നോ ചിരിക്കുന്നവരാണെന്നോ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അയാളുടെ ഫ്ലൂയിഡായ ഐഡന്റിറ്റിയെ, അയാളുടെ സ്വത്വത്തെ വെളിപ്പെടുത്തിയാൽ അവരെ ഒറ്റപ്പെടുത്തുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിങ്ങൾക്കൊക്കെയും നാളെ അത് അങ്ങനെ വേണ്ടി വരും എന്ന ബോധം ഇന്ന് നിങ്ങൾക്ക് ആ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന്, ആ വാക്കിൽ നിന്ന്, ആ വാക്കിലൂടെ വന്ന ജ്ഞാനങ്ങളിൽ നിന്നുണ്ട് എന്നതാണ്. അപ്പൊ അതുകൊണ്ടൊരു വാക്ക് എന്ന് പറയുന്നത് സ്വയംഭൂവായി ഉണ്ടാകുന്നതല്ല. ആ വാക്കുണ്ടായ കാലം മുതൽ അത് ഉപയോഗിച്ച ചരിത്ര സന്ദർഭങ്ങളെ മുഴുവൻ പേറിയാണ് ആ വാക്ക് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്നാണ്. ഒരു വാക്ക് വന്ന് നിൽക്കുന്നത് അതിന്റെ ചരിത്ര സന്ദർഭങ്ങളെ മുഴുവൻ പേറിയാണ്. അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം ട്രേസുകൾ, ലാഞ്ചനങ്ങൾ ആ ഭാഷയിൽ, ആ വാക്കിൽ സന്നിഹിതമാണ് എന്നാണ്. അപ്പൊ ജനാധിപത്യം എന്നുള്ള വാക്കെടുക്കുമ്പോഴും ഭാഷ എന്നുള്ള വാക്കെടുക്കുമ്പോഴും അതിങ്ങനെ സവിശേഷമായി തന്നെ ഓർക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ സൂചക സൂചിതം എന്നൊക്കെ നമ്മൾ ഭാഷാശാസ്ത്രം പഠിക്കുന്ന ആളുകൾ പറയുമല്ലോ. ഒരു ഭാഷാ ചിഹ്നം, ഇപ്പൊ ജനാധിപത്യം എന്നൊരു വാക്ക് ഒരു ചിഹ്നമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളത് എഴുതി കാണിച്ചാലും പറഞ്ഞാലും അല്ലെ, അതൊരു സൂചകത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നു. എന്താണ് അത്? അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആശയം വരും. എന്താശയം വരിക? അല്ലെ, എന്താണ്? ഒരു നിർവചനമുണ്ട് അല്ലെ, ജനാധിപത്യത്തിന് ഒരു നിർവചനമുണ്ട്. ജനങ്ങൾ, ജനങ്ങളാ, ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു നിർവചനമുണ്ട്. അത് നമുക്ക് ഓർമ്മ വരും. അത് നമ്മുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുന്ന അതിന്റെ ചില മാതൃകകൾ ഓർമ്മ വരും. അപ്പൊ അതുകൊണ്ടാണ് അതിനകത്ത് സൂചിതമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ആ വാക്കിനകത്തൊരു സൂചിതമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ സൂചകവും സൂചിതവും ചേർന്ന ഒന്നിനെ ചിഹ്നം എന്ന് പറയുന്നു. ഈ ചിഹ്നങ്ങൾ ചേർന്നതാണ് ഭാഷ എന്ന് നമ്മൾ പറയുന്നു. ഞാനിത് ഡീറ്റെയിൽ ഒന്നും പോവില്ല, പേടിക്കണ്ട, കാരണം മലയാളം പഠിക്കുന്ന കുട്ടികളല്ല മുഴുവനുള്ളത്. ഈ ചിഹ്നങ്ങളുടെ ഒരു വ്യവസ്ഥയായതുകൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. ഈ ചിഹ്നങ്ങൾ നിർമ്മിക്കപ്പെടുകയും ആ ചിഹ്നങ്ങൾ പുതുക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളെല്ലാം ആ ചിഹ്നങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൊണ്ടു നടക്കേണ്ടതായിട്ടും. അതുകൊണ്ടാണ് ഈ രാജാവ് ഉണ്ടാവുന്നത്. അപ്പൊ ഭാഷാപരമായി തന്നെ അതിങ്ങനെ രൂപപ്പെട്ടു വരുന്നതിന്റെ ചില ചരിത്ര സന്ദർഭങ്ങളെ നമ്മൾ ഭാഷയ്ക്കകത്ത് നിന്നിട്ടും സാമൂഹികമായിട്ടും നോക്കേണ്ടി വരും. അപ്പൊ ഭാഷയിൽ ജനാധിപത്യം ഉണ്ടോ നോക്കണമെങ്കിൽ ആദ്യം സമൂഹത്തിൽ ജനാധിപത്യം ഉണ്ടോ നോക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. സമൂഹത്തിൽ ജനാധിപത്യം ഉണ്ടോ നോക്കണമെങ്കിൽ ഭാഷയിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇത് രണ്ടും അങ്ങനെ പരസ്പര പൂരകമായി പ്രവർത്തിക്കും എന്നർത്ഥം. രണ്ടിലും കൂടി വന്നാലേ അത് വർക്കാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്ജെൻഡറിന്റെ ഉദാഹരണം പറഞ്ഞത്. രണ്ടിലും കൂടി വന്നാലേ അത് വർക്കാവുള്ളൂ.
ഇപ്പൊ ഭാഷയിൽ ഒരു പുതിയ പദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പദം നമ്മൾ അതുപോലെ സ്വീകരിച്ചിട്ടാണെങ്കിൽ പോലും നമ്മുടെ പദസമ്പത്തിലേക്ക് അത് കണ്ണു ചേർക്കുക എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തമ്പുരാൻ എടുത്ത് കളയേണ്ട സമയമായാൽ തമ്പുരാൻ എടുത്ത് കളയണം, അതവിടെ വെക്കരുത്. അതൊരു സൗകര്യത്തിന് ഫ്ലക്സിൽ വെക്കാനുള്ള വാക്കല്ല, അതങ്ങനെ വെച്ചുകൂടാ. രാജാവിനെ കളയേണ്ട സമയത്ത് രാജാവിനെ എടുത്ത് കളയണം. അത് ചരിത്രത്തിൽ ഇനി രാജകാലത്തെ പറ്റി പഠിക്കേണ്ട സമയത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് നിജപ്പെടുത്തണം. അതിനുള്ള ധിഷണയും ദീർഘവീക്ഷണവും നമ്മുടെ അധികാരികൾക്ക് വേണം, ഭാഷയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണം. അല്ലാതെ നമുക്കൊരു സർക്കുലർ ഇറക്കിയിട്ട് എല്ലായ്പ്പോഴും ഒരു വാക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. എല്ലായ്പ്പോഴും ഇനി മുതൽ ഇന്ന വാക്ക് ഉപയോഗിക്കണം എന്നൊന്നും നമുക്ക് സർക്കുലർ പാസ്സാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോ നമ്മൾ വാക്കിനെ പല നിലയിലാണ് പ്രയോഗത്തിൽ എത്തിക്കുക. ഇപ്പൊ കവികളെ കുറിച്ചൊക്കെ കവികൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കവികൾ വാക്കുകൊണ്ടാണ്, വാക്ക് സംഭാവന ചെയ്യുന്ന ആളുകളാണ് കവി. ഇംഗ്ലീഷിലേക്ക് ഏറ്റവും കൂടുതൽ വാക്കുകൾ സംഭാവന ചെയ്ത ഒരാളുടെ പേര് കൂടിയാണ് ഷേക്സ്പിയർ. അല്ലാതെ നാടകകൃത്ത് മാത്രമല്ല, അല്ലെങ്കിൽ വലിയ നാടക കമ്പനി നടത്തിയ മുതലാളി മാത്രമല്ല, വലിയ ബിസിനസ്സുകാരൻ മാത്രമല്ല. മലയാളത്തിലേക്ക് വലിയ സംഭാവനകൾ ഭാഷാപരമായി കൂടി നൽകിയ ആളാണ് കുമാരനാശാൻ. അല്ല, SNDP സെക്രട്ടറി മാത്രമല്ല, പിന്നെ ബിസിനസ് നടത്തിയ ഒരാൾ മാത്രമല്ല. ലീന ടീച്ചർ ഇവിടെ ഉണ്ട്. ഒളപ്പമണ്ണ എന്ന് പറയുന്ന കവി മലയാളത്തിൽ ഇരിക്കുന്നത് ഭാഷയിലേക്ക് അദ്ദേഹം തന്നിട്ടുള്ള സംഭാവനകളെ കൂടി ചേർത്തുകൊണ്ടാണ്. അല്ലാതെ അദ്ദേഹം വലിയ പിന്നെ കച്ചവടക്കാരൻ, പിന്നെ കൃഷിക്കാരനായതുകൊണ്ടോ, പിന്നെ ഏക്കർ കണക്കിന് റബ്ബർ കൃഷി നടത്തിയതുകൊണ്ടോ അല്ല. ഭാഷ അപ്രകാരം താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് പ്രയോഗിക്കുന്നവരാൽ പുതുക്കപ്പെടാൻ ബാധ്യതപ്പെട്ട ഒരു ഉപകരണമാണ് എന്നർത്ഥം. ഭാഷ ഒരു ഉപകരണമാണ് എന്നാണ്. അതിന് വലിയ ധർമ്മങ്ങൾ വേറെയും നിർവഹിക്കാനുണ്ട്. ഭാഷയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഭാഷയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പുസ്തകം ഇല്ലാതെ ജീവിക്കാം, ഭാഷയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു ദിവസം രാവിലെ ഇവിടേക്ക് വന്ന നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ടീച്ചർ ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. എന്താ കാര്യം? ടീച്ചറോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ദേഷ്യം ഉണ്ടായിട്ടാണോ? ഒരിക്കലും അല്ല. ടീച്ചർ ഇല്ല എന്ന് പറയുമ്പോൾ സന്തോഷം വരുന്നത്, ടീച്ചർ ഇല്ലെങ്കിൽ ആ സമയം എനിക്ക് അടുത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തിനോട് ഒരു കഥ പറയാനുള്ള അവസരം കിട്ടും. ഇന്നലെ നടന്നത്, രാവിലെ വരുമ്പോൾ നടന്നത്, അല്ലെ, തലേന്ന് കണ്ട സിനിമയെ പറ്റി, ഇങ്ങനെ നമുക്ക് നിരന്തരമായി പറയാൻ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് ടീച്ചർ വരുമ്പോൾ വലിയ ഇഷ്ടം തോന്നാത്തത്. എന്നിട്ട് ഈ കഥ എങ്ങനെ നമ്മൾ പറയുക? നമ്മൾ കണ്ടതുപോലെയാണോ പറയുക? അല്ല, നമ്മുടെ ഭാവനയെ കൂട്ടിച്ചേർത്തിട്ടാ പറയുക. നമ്മൾ കണ്ടതിനെ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ, നമ്മുടെ കാഴ്ചയെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ഭാവനയെ കൂടി ചേർക്കുന്നു. ഭാഷയിലാണ് നമ്മുടെ ഭാവനയുള്ളത് എന്നും കൂടെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കൂടുതൽ പദസമ്പത്തുള്ള ഒരാൾക്ക് കൂടുതൽ ഭാവനയുണ്ട് എന്ന് പറയാം. പദകോശം എത്രത്തോളം നിങ്ങളുടെ വിപുലമാണോ അത്രയും നിങ്ങളുടെ സ്വപ്നങ്ങൾ വിപുലമാണ് എന്നർത്ഥം. നിങ്ങൾ ഒരുപാട് സിനിമ കണ്ടതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം ഡെവലപ്പ് ചെയ്യില്ല. നിങ്ങളുടെ സ്വപ്നത്തിൽ നല്ല നല്ല ഷോട്ടുകൾ കാണണമെങ്കിൽ, നല്ല എഡിറ്റുകൾ കാണണമെങ്കിൽ നിങ്ങളുടെ പദസമ്പത്ത് വർദ്ധിക്കണം എന്നർത്ഥം. കാരണം അതെല്ലാം കണക്റ്റഡ് ആണ്. കാരണം ഭാഷ തന്നെയാണ് നിങ്ങളുടെ മനസ്സ് എന്ന് പുതിയ കാല മനഃശാസ്ത്ര പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു. ഫ്രോയിഡിന് ആ തീർപ്പുണ്ടായിരുന്നില്ല, യുങ്ങിന് ആ തീർപ്പുണ്ടായിരുന്നില്ല, ലക്കാൻ എത്തുമ്പോഴേക്കും ആ തീർപ്പ് വരുന്നു. നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഭാഷ പോലെ സുഘടിതമാണ്. ഭാഷ പോലെ എന്നല്ല, ഭാഷ തന്നെ എന്നാണ്. ഭാഷ തന്നെ. ഭാഷയിൽ എപ്രകാരമാണോ ട്രേസുകൾ ഉള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ട്രേസുകൾ, നിങ്ങൾ മറന്നുപോയത്, നിങ്ങൾ അനുഭവിച്ചത്, നിങ്ങൾ ചവിട്ടി അരച്ചത്, അതങ്ങനെ കിടക്കുന്നു. അത് സ്വപ്നങ്ങളായി വരുന്നു, കഥയായി വരുന്നു, കവിതയായി വരുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഈ താടിക്കാരനെ എന്ത് ചെയ്യണം, ഇയാളെ വെടിവെച്ച് കൊന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ അതകത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചമർത്തും. അല്ലെ, ഇയാളെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇയാളെ നമ്മൾ വിളിച്ചു വരുത്തിയതാണ്, ഇയാളെ എന്തെങ്കിലും ചെയ്താൽ ഇയാൾ കേസ് കൊടുക്കും, എന്നെ പിന്നെ കോളേജിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ ബോധമുള്ളതുകൊണ്ട് നിങ്ങളത് അടിച്ചമർത്തുകയും ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ നാളെ രാത്രി തന്നെ നിങ്ങൾ ഒരു സ്വപ്നം കണ്ട് ആ സങ്കടം തീർക്കുകയും ചെയ്യും. സ്വപ്നത്തിൽ ചിലപ്പോൾ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തിരിക്കും, ബസ്സിൽ ബാക്കിൽ നിന്ന് നിങ്ങളുടെ മെയിലേക്ക് ഒരു കൈ കയറി വരും. ആ കൈയിന്റെ ഉടമയെ നിങ്ങൾ തിരിഞ്ഞൊരൊറ്റ പൂശ കൊടുക്കും, അയാൾ താടിയുള്ള ഒരാളാ. തലേന്ന് കൊടുക്കേണ്ട അടിയാ, അങ്ങോട്ട് കൊടുത്തപ്പോ ഒരു സമാധാനമായി. ഇങ്ങനെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് ഈ സ്വപ്നം കാണലും. എഴുതാൻ അറിയുന്നവർക്ക് അത് എഴുതാൻ പറ്റും നന്നായിട്ട്, ഭാഷയുണ്ടെങ്കിൽ.
നിരന്തരമായി ഇങ്ങനെ കാരണം കഥ പറയാതെ ഈ തരത്തിൽ നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ നടക്കുന്ന അനുഭവങ്ങളെ വിവർത്തനം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് രാവിലെ നമ്മൾ വന്ന് ക്ലാസ്സിൽ വന്ന് ഇരുന്നാൽ ടീച്ചർ ഇല്ല എന്ന് പറഞ്ഞാൽ ഉടനെ ആലോചിക്കും, എടി ഞാൻ വരുന്ന സമയത്തില്ലേ, ഞാൻ അവിടെ അനിക്കോട് ബസ് കൊണ്ട് ഇറങ്ങി തിരിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഞാനൊരു കാഴ്ച കണ്ടു, അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അയാൾക്ക് എന്തോ ഒരു വശപ്പശ കണ്ടത്, കാരണം അയാളുടെ നിൽപ്പ് അത്ര ശരിയല്ലായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ നടന്നു. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് വന്ന് നിർത്തിയിട്ട് അയാളോട് എന്തോ പറയുന്നത് കേട്ടു. അയാൾ ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ടു, അയാളെ വലിച്ചെടുത്തിട്ട് പോയി. പാവം. ഒന്ന് അങ്ങനെ കണ്ടപ്പോ എനിക്കൊരു പാവം തോന്നി. പാവല്ലേ, ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് വന്ന് നിൽക്കുകയാണ്, നമുക്ക് അറിയില്ല കേട്ടോ, പറയാൻ പറ്റില്ലല്ലോ. എന്ന് നമ്മൾ കണ്ട ഒരു കാഴ്ചയെ, നമ്മൾ കണ്ട കാഴ്ച ഏകപക്ഷീയമായിട്ടൊന്നുമല്ല, നമ്മൾ കണ്ടതുപോലെ ഒന്നും അല്ല വിവർത്തനം ചെയ്തത്. എന്റെ വീട്ടിലൊരു പോലീസുകാരനുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിലൊരു പോലീസുകാരനുണ്ടെങ്കിൽ, പോലീസുകാരിൽ നിന്ന് എനിക്ക് തിക്താനുഭവം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, എന്റെ കഥയിൽ എപ്പോഴും പോലീസ് നല്ലയാളും അവിടെ നിൽക്കുന്നയാൾ കള്ളനും ആവാൻ സാധ്യതയുണ്ട്. നേരെ തിരിച്ച് പോലീസിൽ നിന്നൊരു തിക്താനുഭവം ഉണ്ടായ ആളാണ് ഞാനെങ്കിൽ ഈ കഥ പറച്ചിൽ അല്പം മാറുകയും ഞാൻ അവിടെ ഒരാളെ കണ്ടു, പാവം പിടിച്ച ഒരാളാട്ടോ, പക്ഷെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് പോലീസ് വന്ന് നിർത്തിയിട്ട് അയാളുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്നുണ്ട്, ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ കാര്യം എന്നൊന്നറിയില്ല, അയാളെ പിടിച്ചുകൊണ്ട് പോയി. എന്തായിരിക്കും ആ കഥ? ഇനി ഇത് കഥ നമ്മളോട് നമ്മുടെ കൂട്ടുകാരി പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മാഷ് വന്നില്ല, ടീച്ചർ വന്നില്ല, അല്ലെങ്കിൽ അടുത്ത അവറും ഫ്രീ ആണെങ്കിൽ ഈ കേട്ടയാൾക്ക് സമാധാനം ഉണ്ടോ? തിരിച്ചു പറയണ്ടേ, വേറെ ആളോട് പറയണ്ടേ? വേറെ ആളോട് പറയുമ്പോൾ രാവിലെ അഞ്ജന വന്ന് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ശ്രീദേവി വന്ന് പറഞ്ഞു എന്നാണോ പറയുക? അല്ല, ഞാൻ കണ്ടതുപോലെയാ പറയാം. ഞാനാ കണ്ടതാ കഥ. എടി, ഞാൻ രാവിലെ വരുമ്പോ ഇല്ലേ എനിക്കോട് ബസ് ഇറങ്ങി നിൽക്കുമ്പോ, അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയും പറഞ്ഞാൽ പോരാ. അപ്പൊ അതിന് കുറച്ചും കൂടെ ഒരു കഥ പറച്ചിലിന് കുറച്ചും കൂടെ സുഖം വരും, നമ്മുടേതായ കൂട്ടിച്ചേർക്കലുകൾ വരും. അപ്പൊ ഒരാൾ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കണ്ടു, പാവം പിടിച്ച ഒരാളാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്ന് പോലീസ് ജീപ്പ് വന്ന് നിർത്തി. അവരൊന്നും പറഞ്ഞില്ല, കണ്ട പാടെ ഒരൊറ്റ ചവിട്ടായിരുന്നു. അയാൾ ആ ഓടയിലേക്ക് പോയി വീണൊരു വീഴ്ച. ഓഹ്, എന്റെ ഒരു ദിവസം പോയി. എന്നിട്ട് അയാളെ തൂക്കി എടുത്തുകൊണ്ട് പോയി ആ വണ്ടി എന്ന് അടുത്ത ഒരാളോട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യും, നമ്മൾ വീണ്ടും പറയും. ഇനി ആ കേട്ടയാൾക്കും സമാധാനമില്ല, അയാൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച ഉടനെ പറയാനുള്ള ഒരു കഥയാണത്. അയാൾ അത് മാറ്റും. അങ്ങനെ ഇതിങ്ങനെ സഞ്ചരിച്ച് പോകും. ചില ആളുകളിലൊക്കെ എത്തുമ്പോൾ അതിനൊരു വിഷ്വൽ ഇമ്പാക്ട് ഒക്കെ ഉണ്ടാവും. പോലീസ് വണ്ടിയൊക്കെ വരുമ്പോൾ അവർ ഇങ്ങനെയുള്ള പറയുക, അവർ പറയും അപ്പോഴേക്കും ഒരു പോലീസ് വണ്ടി ദൂരത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരും, പോഞ്ഞു വന്നു എന്നൊക്കെ പറയും. നല്ല പദകോശമുള്ള, നല്ല വായനയുള്ള, അനുഭവങ്ങളുള്ള ഒരാളുടെ കയ്യിൽ ഇതൊരു കഥയാവാനും മതി. അവരെവിടെ നിർത്തുന്നറിയോ? അവരിങ്ങനെ നിർത്തില്ല. അവർ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറയും, ആ പോലീസ് ജീപ്പ് അങ്ങ് പോയ ഉടനെ റോഡിന്റെ മറുവശത്ത് നിന്ന് ഒരു കുട്ടി കോലുമിഠായി വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വിളിയാണ്, അച്ഛാ. മറുപുറത്ത് അച്ഛനില്ല. അവൾ മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ 5 രൂപ എടുത്തു കൊടുത്തിട്ട് അച്ഛൻ അവളെ പറഞ്ഞു വിട്ടതാണ്, മോള് പോയി വാങ്ങിട്ട് വാ, അച്ഛൻ ഇവിടെ നിൽക്കാം. അവള് മിഠായി വാങ്ങി പുറത്തിറങ്ങിയപ്പോഴേക്കാണ് അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കഥ പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കഥയിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകാനും പറ്റില്ല, അല്ലെ? പിന്നെ ആ കുട്ടി നമ്മുടെ ബാധ്യതയായി. അങ്ങനെയാണ് നല്ല കഥ പറച്ചിലുകാരുണ്ടാവുന്നത്, അങ്ങനെയാണ് ഒരു ക്ലൗഡ് മെസ്സഞ്ചർ ഉണ്ടാവുന്നത്, അങ്ങനെയാണ് കഥ എഴുതുന്ന ഒരു ശ്രീവത്സരം ഉണ്ടാവുന്നത്. ഈ കഥ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു ഭാവത്തെ നമ്മൾ പിടിച്ചെടുക്കുമ്പോഴാണ് കഥയുണ്ടാവുന്നത്. നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷയുടെ സ്കില്ലാണത്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന്, നമ്മുടെ പദകോശത്തിൽ നിന്നാണ് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെയാണ് ജനായത്വം ഉണ്ടാവേണ്ടത്. നമ്മൾ കൃത്യത രാഷ്ട്രീയം പറയുന്ന കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനായത്വം വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ് ഭാഷയ്ക്കകത്ത്. ആ അപ്രകാരമല്ല എന്നേ ഉള്ളൂ, ആ പേരിലല്ല എന്നേ ഉള്ളൂ. നിങ്ങളിപ്പോ വളരെ പിന്നെ സെൻസിറ്റീവ് അല്ലേ നിങ്ങളോട് ആളുകൾ സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളുടെ കാര്യത്തിൽ? മാഷന്മാർ ക്ലാസ് എടുക്കുമ്പോൾ പണ്ട് കുട്ടികൾ കേട്ടിരുന്ന പോലെയല്ല ഇന്ന് കുട്ടികൾ കേൾക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം അവിടെ എങ്ങാനും വെളിപ്പെട്ടാലുണ്ടല്ലോ, നമ്മളൊന്നും അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ആളുകളല്ലല്ലോ. ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ള വാക്ക് സജി ചെറിയാന്റെ ആണെന്ന് തോന്നുന്നില്ല അടുത്ത കാലത്ത് സജീവമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മളൊന്നും ക്രിസ്റ്റൽ ക്ലിയർ ആയ ആളുകളല്ല. അപ്പൊ നമ്മൾ വന്ന സാഹചര്യങ്ങളിൽ നിന്ന്, നമ്മൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ വാക്കുകൾ എന്ത് ചെയ്യും? നമ്മുടെ അബോധത്തെ ഒറ്റിക്കൊടുക്കും, നമ്മളിലെ ഉണ്മയെ പുറത്തു ചാടിക്കും. ഭാഷയാ ചെയ്യുന്നത്. കള്ളന്മാരെ പോലീസ് എന്താ ചെയ്യാ? പിടിച്ചാൽ ഈസി ആയിട്ട് അവരെ കൊണ്ട് എങ്ങനെയാ പറയിപ്പിക്കുന്നത്? നിങ്ങളുടെ ഉണ്മ പുറത്തു ചാടിക്കാൻ നിങ്ങളുടെ വാക്കുകൾ മതി. അവർ മര്യാദയ്ക്കൊന്ന് ചോദിക്കും, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കും, വൈകുന്നേരം കോഴി ബിരിയാണി തരും, വെള്ളം തരാതെ ഉറങ്ങാതെ ഒരു രാത്രി കാവലിരിക്കും. കോഴി ബിരിയാണി തരും, നമ്മൾ ആവേശത്തോടെ കഴിക്കും. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം തരുന്ന വിചാരിച്ചു, വെള്ളം തരില്ല.
അന്ന് ഉറങ്ങാതെ നോക്കാൻ ഒരാളെ പാറാവ് നിർത്തും. പിറ്റേ ദിവസം അയാളുടെ ഉത്തരങ്ങൾ മാറും. ഒരു ദിവസം കൂടി ഉറങ്ങാതിരിക്കുമ്പോൾ അയാളുടെ ഉത്തരങ്ങൾ പിന്നെയും മാറും. കാരണം അയാളുടെ കള്ളങ്ങളിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. ഭാഷ അയാളെ ഒറ്റുകൊടുക്കും. ഭാഷ എപ്പോഴും നമ്മളെ ഒറ്റുകൊടുക്കാറുള്ളത്. നിങ്ങൾ എല്ലാ ദിവസവും ഭാഷയ്ക്ക് മുമ്പിൽ വീണു പോകുന്ന ആളുകൾ. അതൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ ഇവിടുന്ന് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് വൈകിയാൽ, എന്തെങ്കിലും കാരണം കൊണ്ട് വൈകിയാൽ വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ബസ്സിലിരുന്ന് ആലോചിക്കും, ഇതിങ്ങനെ നടന്ന സംഭവം അതേപോലെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഏശാൻ വഴിയില്ല. അപ്പൊ നിങ്ങൾ റിഹേഴ്സൽ ചെയ്യും. ഒരു നാടകം നിങ്ങൾ തന്നെ മനസ്സിലുണ്ടാക്കും. എന്താ ഉണ്ടാക്കുക? ഞാൻ ഇറങ്ങി വന്നു, മാഷ് വിളിച്ചു എന്ന് പറയാം, മാഷ് വിളിച്ചു ഇന്ന കാര്യം പറഞ്ഞു പറയാം, അല്ലെ? അങ്ങനെ ഒരു കൃത്യ നാടകമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഒന്ന് റിഹേഴ്സലും ചെയ്യും. ഞാൻ കയറി വരുമ്പോൾ മിക്കവാറും അമ്മ അവിടെ അലക്കിക്കൊണ്ടിരിക്കും, അമ്മ അവിടെ നിന്ന് വിളി വിളിക്കും. എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്ത് ഡയറക്റ്റ് ചെയ്തിട്ട് അവിടെ ചെല്ലും. പക്ഷെ മിക്കവാറും നിങ്ങൾ പൊളി. എന്താ കാര്യം? അമ്മ ഈ നാടകം കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ശരീരഭാഷ, നിങ്ങളുടെ ഭാഷയൊക്കെ നിങ്ങളെ ഒറ്റുകൊടുക്കും. അമ്മ നിങ്ങളെ കൈയോടെ പൊക്കാനാണ് മിക്കവാറും സാധ്യത. പക്ഷെ നമ്മൾ നിരന്തരം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭാഷയ്ക്കകത്ത് നിരന്തരമായി നമ്മൾ ഭാഷയെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ മനുഷ്യരും എന്ന് പറയാം. ഭാഷയെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ മനുഷ്യരും. കഥ പറച്ചിലാവുമ്പോഴും കവിത ചൊല്ലിയിട്ടാണെങ്കിലും സംസാരിച്ചിട്ടാണെങ്കിലും നമ്മൾ ഒരാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തന്നെ നോക്കി നോക്കും, മിക്കവാറും അയാളുടെ ഭാഷയിലായിരിക്കും. അയാൾ നന്നായി സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഒരാളെ കൂടുതൽ നേരം കേട്ടിരിക്കുക. അയാൾ നല്ല വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, അയാൾ നമ്മളെ കേൾക്കുന്ന രീതി, അയാൾ നമ്മളോട് പറയുന്ന മറുപടികൾ, അയാൾ നമുക്ക് തരുന്ന സ്പേസ്, അയാളുടെ ഭാഷ, കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായിട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാളുടെ ഭാഷ, അയാളുടെ വാക്കുകൾ. പല വാക്കുകൾ ഉള്ളപ്പോഴാണ് നമ്മൾ ഒരു വാക്ക് തിരഞ്ഞെടുക്കുന്നത്. എത്രയോ വാക്കുകൾ പകരപ്പദങ്ങളായി ഉപയോഗിക്കാൻ ഉള്ളപ്പോഴാണ് നമ്മളൊരു വാക്ക് എടുക്കുന്നത്. അങ്ങനെയാണ് പഴയ ആളുകളെല്ലാം തന്ത്രപരമായി നമ്മളോട് കള്ളം പറഞ്ഞിട്ടുള്ളത്. പല വാക്കുകൾക്കിടയിൽ നിന്ന് ഒരു വാക്ക് എടുത്തിട്ടാ, അല്ലേ? നമ്മൾ ചില രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? ആ രാജാവ് അയാളുടെ ഭരണകാലത്ത് അയാളുടെ രാജ്യം വിസ്തൃതമാക്കി. പഠിച്ചിട്ടില്ലേ? എന്ത് രസമുള്ള വാക്കാ! എന്താ അതിന്റെ അർത്ഥം? നെതന്യാഹു ചെയ്യുന്ന പണിയാ. നെതന്യാഹുവിന്റെ കാലത്ത് അയാളുടെ രാജ്യം വിസ്തൃതമാക്കുക. ഈ പണിയാ പണ്ട് നമ്മുടെ രാജാക്കന്മാരും ചെയ്തുകൊണ്ടിരുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയതിന്റെ കഥയാണ് നിങ്ങളോട് മനോഹരമായ ഒരു വാക്കിൽ വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞത്. വിസ്തൃതമാക്കി ഇത്ര രാജ്യം എന്ന് വെച്ചാൽ എന്താ, ബുൾഡോസർ കൊണ്ടൊന്ന് നിരപ്പാക്കിയ കാര്യം അല്ലല്ലോ. ഭാഷ ഇങ്ങനെ അത്ഭുതകരമായി നമ്മളോട് കള്ളം പറയുന്നു. നിങ്ങൾ ഈ സർക്കാർ പരസ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മതി. സ്റ്റേറ്റിന്റെ ആയാലും വേണ്ടില്ല, കേന്ദ്രത്തിന്റെ ആയാലും വേണ്ടില്ല, സർക്കാർ പരസ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഭാഷ നിങ്ങളോട് കള്ളം പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഭാഷാപരമായ ഒരു കള്ളത്തെ കുറിച്ചാ. ഈ ക്യാമ്പസിന് എനിക്ക് പോവാലോ, അല്ലെ? കള്ളത്തെ കുറിച്ചാ. ദരിദ്രരും അതിദരിദ്രരും തമ്മിൽ, അല്ലേ? ഭാഷാപരമാ കളി. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഭാഷയ്ക്കകത്താ കളി. ഭാഷ കൊണ്ട് കളിച്ചാണ് ഇവരെല്ലാം നമ്മുടെ വോട്ട് വാങ്ങുകയും അവരുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കുകയും. എല്ലാം ശരിയാകുന്നത് ആരുടെയാണെന്ന് ആലോചിക്കണം. ഒരു പോറ്റി ശ്രീരാമലുവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു പോറ്റിയില്ലേ, കഴിഞ്ഞ ദിവസം വീണ്ടും 10 ദിവസത്തേക്കും കൂടി കസ്റ്റഡിയിൽ വിട്ടെന്ന് തോന്നുന്നു. ഒരു പോറ്റിയെ നമുക്ക് അറിയുള്ളൂ. ആ പോറ്റിയത് ആരെയൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ആ വാക്കില് നല്ല വാക്കാ പോറ്റി അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ, നല്ല ഭാഷാപരമായിട്ട് വളരെ കറക്റ്റാ അത്. പോറ്റി എന്ന വാക്ക് ആ നിലയ്ക്ക് വളരെ കൃത്യമാണ്. കാരണം അതിനകത്ത് സന്നിഹിതമാണ് അയാൾ ആരെയാണ് പോറ്റിയിട്ടുള്ളത്, ആരെയൊക്കെ പോറ്റിയിട്ടുണ്ട്, സന്നിഹിതമാണ്. നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഭാഷാപരമാ കളി മുഴുവൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ ഇത്തവണ രണ്ടാമത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്ന സമയത്ത് മലയാള മനോരമ വെണ്ടയ്ക്ക നിരത്തിയത് 2019 മെയ് 24-ന്. എന്തായിരുന്നു വെണ്ടയ്ക്ക നിരത്തിയെന്ന് അറിയോ? വീണ്ടും സിംഹാസനം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരു പത്രത്തിന്റെ ഹെഡിങ് ആണ്, വീണ്ടും സിംഹാസനം. നല്ല രസമില്ലേ? അതിനാണോ നമ്മൾ വോട്ട് ചെയ്തത്? സിംഹാസനത്തിലേക്കുള്ള വോട്ടായിരുന്നു നമ്മൾ ചെയ്തത്. ആരോ പറയുന്നു കേട്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ. ഈ തമാശ ഇനി എത്ര കാലം പറയും നമ്മള്? വീണ്ടും സിംഹാസനം എന്നൊരു പത്രമാണ്. ഭാഷ വളരെ ശ്രദ്ധിച്ച് പ്രയോഗിക്കുന്ന ഒരു ഏരിയയാണ് പത്രം, അല്ലെ? പത്രം നമ്മളെ അത്രമേൽ സ്വാധീനിക്കുന്നത്. ഞാൻ പത്രം എന്നുള്ള അർത്ഥം ഇപ്പോൾ മീഡിയ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. കാരണം ആ പഴയ പത്രം നമുക്കിപ്പോ ആ നിലയ്ക്ക് എടുക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ആളുകൾ ഒരു വാക്കിൽ സംശയം ഉണ്ടെങ്കിൽ ഉടനെ പത്രം എടുത്ത് നോക്കുക ചെയ്യും. എല്ലാവരുടെയും വീട്ടിൽ ശബ്ദധാരാവലിയൊന്നും ഉണ്ടാവില്ല. പത്രം എടുത്ത് നോക്കുക മതി. കാരണം അതിനകത്ത് എഴുതി കണ്ടാൽ നമുക്ക് സമാധാനമായി. ഇനി രണ്ട് എഴുത്തിൽ കൺഫ്യൂഷൻ വന്നാലും നമ്മൾ ചെയ്യുക പത്രമാണ്. ഇതിൽ ഏതാണ് ആ പത്രങ്ങൾക്ക് വ്യത്യാസമായ ഭാഷയൊക്കെ ഉണ്ടാവും, അവർക്ക് ശൈലി പുസ്തകമൊക്കെ ഉണ്ടാവും, അല്ലേ? ഒരു പത്രം പുട്ടിൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ പേര്, ഒരു പത്രം പുച്ചിൻ എന്നാ പറയുക. ഒരു പത്രം കോവിഡ് എന്ന് പറയുമ്പോൾ മറ്റൊരു പത്രം കോവിഡ് എന്നാണ് പറയുക ഇപ്പോഴും.
അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ നമുക്കൊരു ശരി കണ്ടെത്താൻ നമ്മൾ പത്രങ്ങളെ, മീഡിയയെ ഉപയോഗിച്ചിരുന്നു. ആ മീഡിയയിൽ നിന്നാണ് ഇപ്പോ സിംഹാസനത്തിന്റെ വാർത്തകൾ, രാജഭരണത്തിന്റെ വാർത്തകൾ, തമ്പുരാന്മാരുടെ എഴുന്നള്ളപ്പിനെ കുറിച്ച് നമ്മൾ പിന്നെ അതേ വർഷം തന്നെയാന്ന് തോന്നുന്നു എനിക്ക് പാലക്കാട്ടുശ്ശേരി രാജാവ് പിന്നെ അഭിഷിക്തനായ വാർത്ത, രാജാഭിഷേകം നടന്ന വാർത്ത നമ്മൾ വായിച്ചു മാതൃഭൂമിയിൽ. ഇപ്പൊ നമ്മുടെ രാജാവിന്റെ പേര് ചാത്തു നായർ എന്നോ മറ്റോ ആണ്. ഞാൻ അങ്ങനെയാ അറിഞ്ഞത്. പാലക്കാട്ടുശ്ശേരി ഭരിക്കുന്നത് ചാത്തു നായർ എന്ന് പറഞ്ഞ ഒരാളാണ്. മാതൃഭൂമി നമ്മളോട് പറഞ്ഞു. അരിയിട്ടുവാഴ്ച നടത്തിയ അദ്ദേഹത്തിന്റെ വലിയ കോളം വാർത്ത ചിത്രസഹിതം. ഒരു പുതിയ തലമുറയോട് ഈ മീഡിയ ഭാഷാപരമായി ചെയ്യുന്ന പണി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭാഷയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ജനാധിപത്യം ചർച്ച ചെയ്യുന്നത്, ജനാധിപത്യം ചർച്ച ചെയ്യുന്നത്. ജനാധിപത്യം ഭാഷയ്ക്ക് സ്വയമേവ വരില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഷ നിർമ്മിതമായ കാലത്തെ ആ ഭാഷയ്ക്ക് അങ്ങനെ പെട്ടെന്ന് കൈയൊഴിയാൻ പറ്റില്ല. അത് നിരന്തരമായ ഒരു പണിയാണ് ആ ഭാഷയ്ക്കകത്ത്, നമ്മളെല്ലാവരുടെയും പണിയാണത്. നമ്മൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യുന്നില്ല എന്നല്ല. അപ്പോ ആ ചാനൽ ചർച്ചയിൽ രാജാവിനെ വിളിച്ച് ചർച്ച ചെയ്യുന്ന പിന്നെ അവതാരകന് ബോധമില്ലെങ്കിലും അത് കാണുന്ന എല്ലാവരും അങ്ങനെ പൊട്ടന്മാരൊന്നും അല്ല. അതിൻ്റെ അകത്ത് നിങ്ങൾ കമന്റ് ഒക്കെ പോയി നോക്കിയാൽ കാണാം, രാജാവോ ആരുടെ അത് എന്നൊക്കെ ചോദിക്കുന്ന കമന്റുകൾ കാണാം. പക്ഷെ അയാൾക്കത് രാജാവ്. അന്ന് ആ ചാനലിന് ഈ VR സിസ്റ്റം അത്ര വർക്കിംഗ് അല്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ ആ രാജാവ് മിക്കവാറും ഇരിക്കുന്ന കസേരയിലായിരിക്കില്ലായിരുന്നു, സിംഹാസനത്തിലായിരുന്നു. ഇല്ല, അന്ന് ആ ചാനലിന് അത്ര VR വന്നിട്ടില്ല, വേറെ ചാനലിനെ വന്നിട്ടുള്ളൂ. അപ്പൊ ഇവര് നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും ഇവർക്ക് ആർക്കും അത് പറയാൻ പറ്റുന്നില്ലല്ലോ തിരിച്ച്. അപ്പൊ വലിയ പിന്നെ പുരോഗമനമൊക്കെ പറയുന്ന സർക്കാരുകൾ നമ്മുടെ നാട്ടിലേക്ക് ഇടവിട്ടെങ്കിലും വരുന്നുണ്ട്, ചിലപ്പോൾ തുടർന്നും വരുന്നുണ്ട്, അല്ലെ? ചരിത്രം ഇപ്പൊ അങ്ങനെയായല്ലോ. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടോ. ഇപ്പോഴും നമ്മൾ മേലുദ്യോഗസ്ഥനെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്കിനെ കുറിച്ച് കുറച്ച് 2 മാസം മുമ്പ് ചർച്ച ചെയ്തേ ഉള്ളൂ. എന്ത് വാക്ക് ഉപയോഗിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന്. നമുക്ക് അങ്ങനെ എടുത്തു കളയാൻ പറ്റില്ല. മാത്രമല്ല, നമ്മൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകാൻ പോകുന്നു എന്ന പേടിയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അല്ലെ? ഫാഷിസം വരുന്നു എന്നും ഫാഷിസം വന്നു എന്നും വന്നുകൊണ്ടിരിക്കുന്നു എന്നും, അല്ല അത് ഫാഷിസം അല്ല എന്നും, അല്ലെ? അങ്ങനെ ഒരു ചർച്ചയുണ്ടല്ലോ. അതല്ല ഫാഷിസം, എന്റെ ഫാഷിസം ഇങ്ങനെയല്ല എന്നൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ ആ സൈഡിൽ കൂടെ. രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമാവും എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിന്ദു രാഷ്ട്രമാകും എന്നത് ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് നമ്മുടെ നാട്ടിലാണ്, 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ. അത് മുഗളന്മാരൊന്നും അല്ല ചെയ്യുന്നത്. അതിനൊക്കെ ശേഷം ഇവിടെ നമ്മുടെ രാജാവാണ് ഒരു രാജ്യം മുഴുവൻ ഒരു ഹിന്ദു ദേവന് ആ അടിയറവ് വെച്ച് ദാസനായി ഭരിക്കാൻ തീരുമാനിക്കുന്നത്. 1750, അല്ലെ? തൃപ്പടിദാനം. മതരാഷ്ട്രമാക്കലാ ആ പണി. അതാണ് മതരാഷ്ട്രമാക്കൽ, ആ പണി. നമുക്കത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ലല്ലോ. സാമൂഹ്യശാസ്ത്ര ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചപ്പോൾ എന്തോ വലിയ കാര്യമായിട്ടല്ലേ നമ്മൾ തൃപ്പടിദാനം കേട്ടത്? വലിയ കാര്യമായിരുന്നു അത്. അന്ന് ആ നാട്ടിൽ വേറെ മതക്കാരുണ്ടായിരുന്നില്ലേ? വേറെ ജാതിക്കാരുണ്ടായിരുന്നില്ലേ? വേറെ വിഭാഗങ്ങളില്ലേ? മതവിശ്വാസികളല്ലാത്തവരന്നില്ലേ? അവരെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് ആദ്യം നമ്മൾ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി അത്. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്ന അതേ ദേശം അത്. സ്വതന്ത്ര രാജ്യമായി നിൽക്കണമെന്ന് പറഞ്ഞ ദേശം അത്. ഹിന്ദു രാഷ്ട്രം എന്ന ആദ്യമായി വാക്കുപയോഗിച്ചത് അവരാ. നമ്മുടെ ഈ കേരളത്തിനകത്താ അത്. നമ്മൾ ഫാഷിസം തേടി പുറത്തു പോകേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ തുടർച്ച നമ്മുടെ ഭാഷയിലും വ്യവഹാരങ്ങളിലും എമ്പാടും കാണാം ഇപ്പോഴും. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ജനാധിപത്യ നമ്മുടെ സമൂഹത്തിലുള്ളത്. നിങ്ങൾ ഏത് വേദിയാണ് പ്രാർത്ഥനയോടെ അല്ലാതെ തുടങ്ങുന്നത് കാണാറ്? ഇന്നിവിടെ ഭാഗ്യത്തിന് പ്രാർത്ഥന ചൊല്ലിയില്ല. പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നമ്മളൊരു പരിപാടി ആരംഭിക്കുക. എന്താ ജനാധിപത്യം ഉണ്ടോ അതിനകത്ത്? ഈ കേൾക്കുന്ന എല്ലാവരും വിശ്വാസികളാണോ? അപ്പൊ വിശ്വാസികളല്ലാത്തവരെന്താ ചെയ്യേണ്ട ആ സമയത്ത്? അവർക്കിത് കേൾക്കാൻ ബാധ്യതയുണ്ടോ? തിരിതെളിക്കല നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി, അല്ലെ? തിരിതെളിക്കല, നിലവിളക്ക് കത്തിക്കല. ജനാധിപത്യമാണോ? ഈ നാടിന്റെ സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണോ അത്? ഹിന്ദു രാഷ്ട്രമാക്കലല്ലേ? നിലവിളക്ക് കുളത്തിൽ ഹിന്ദു രാഷ്ട്രമാക്കലല്ലേ? ഹിന്ദു രാഷ്ട്രമായിക്കൊണ്ടിരിക്കുക എത്രയോ കാലമായി. ഭാഷാപരമായി തന്നെ നിങ്ങൾ വെറുതെ പത്രത്തിൽ ഉദാഹരണങ്ങൾ എടുത്തു നോക്കൂ. ഒരു പത്രം അതിന്റെ മെറ്റഫറുകളായി ഉപയോഗിക്കുന്നത് ഏത് മതത്തിന്റെ ഭാഷയാണെന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ ചുമ്മാ എടുത്തു നോക്കിയാൽ, നിങ്ങൾ ഒരു 4 ദിവസത്തെ പത്രം എടുത്തു നോക്കിയാൽ മതി, നിങ്ങൾക്കൊരു 40 മാതൃക കിട്ടും. ഇനിയിപ്പോ അടുത്ത വർഷം നമ്മൾ ശ്രീലങ്കയിലേക്ക് കളിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ പത്രം വെണ്ടയ്ക്ക നിരത്തും, ലക്ഷ്യം ലങ്കാദഹനം.
എവിടുന്നാ അത് വരുന്നത്? നമ്മുടെ പത്രത്തിന്റെയൊക്കെ ചരിത്രം തുടങ്ങുന്നത് മുതൽ ഇങ്ങനെയാണത്. ജ്ഞാനനിക്ഷേപം പോലുള്ള പത്രങ്ങൾ വായിക്കാൻ, അക്കാലത്ത് തന്നെ അത് വായിച്ച് മനസ്സിലാക്കാൻ ഹിന്ദു മിത്തോളജിയിൽ വേണ്ടത്ര അറിവ് വേണമായിരുന്നു എന്ന് അക്കാലത്ത് തന്നെ ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ആ പത്രം വായിച്ചിട്ട് വാർത്ത കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു മിത്തോളജിയിൽ നല്ല ധാരണ വേണം. ഇപ്പൊ ലക്ഷ്യം ലങ്കാദഹനം എന്നുള്ള ടൈറ്റിൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഹിന്ദു മിത്തോളജിയിൽ ധാരണ വേണ്ടേ? അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയിലെ കുട്ടിക്ക്, വിശ്വാസിയല്ലാത്തൊരു കുട്ടിക്ക്, രാമായണം കേട്ടിട്ടില്ലാത്തൊരു കുട്ടിക്ക് എന്ത് ലങ്കാദഹനം? വിരാട് കോഹ്ലിയും സംഘവും അല്ലെങ്കിൽ പോയിട്ട് ലങ്ക കത്തിക്കാൻ പോവാ? അല്ലല്ലോ. അടിമുടി ജനായത്ത വിരുദ്ധമാണ് നമ്മുടെ നാട് എത്രയോ കാലമായിട്ട്. അതുകൊണ്ട് ഇവിടെ കൂട്ടത്തോടെ താമര വിരിഞ്ഞാൽ വലിയ അത്ഭുതമൊന്നും നിങ്ങൾ ഒരു കാരണവശാലും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. അതിനുള്ള വളക്കൂറുള്ള മണ്ണാണ് എത്രയോ കാലമായിട്ട് നമ്മുടെ ഭാഷ. നമ്മൾ നേരത്തെ വിജയസാറനെയാണെന്ന് തോന്നുന്നു പറഞ്ഞില്ലേ, ദേശവും ഭാഷയും തമ്മിലുള്ള ബന്ധം. കേരളം എന്നാണ് നമ്മൾ ദേശത്തെ പറ്റി പറയുമെങ്കിലും നമ്മൾ മലയാളികൾ അല്ലേ എന്ന് തത്വത്തിൽ പറയും. മലയാളികളല്ലാത്ത എത്രയോ പേര് ഈ ദേശത്തിലുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ ഈ ഭാഷയ്ക്കകത്താണ്, ഭാഷയല്ല ഇന്ന് അപൂർണം, സമയമാണ് അപൂർണം തോന്നുന്നില്ലേ, കുമാരനാശാനെ തെറ്റിയും തോന്നുന്നു. അപ്പോ ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. കാരണം നമുക്ക് ഈ നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നത് എന്നെ കേൾക്കാനല്ലാതെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിന് ശേഷം ലീന ടീച്ചർ കഥ പറയുന്നു വിചാരിച്ചിട്ടാണ്. അപ്പൊ കഥ പറയൽ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾ കാത്തിരുന്നത്. അതെനിക്ക് വലിയ സൗകര്യമായി. ആ നിലയ്ക്ക് നിങ്ങൾ കുറെ പേരെങ്കിലും ഇപ്പോഴും ഇവിടെ ഇരുന്നു. പൂജ്യം വെട്ടിക്കളിയൊന്നും ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അത്ര എൻഗേജും അല്ലാന്ന് തോന്നുന്നില്ല. ഇപ്പൊ ആ കളിയൊക്കെ ഉണ്ടോ? നമ്മളൊക്കെ ഉണ്ടല്ലേ? സന്തോഷം. അപ്പൊ അത് വലിയ കാര്യമാണ്. നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചെയ്യാവുന്ന കാര്യമാട്ടോ. ഞാൻ എന്റെ കുട്ടികളോടൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ക്ലാസ്സിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ക്ലാസ് ഇറങ്ങി പോകാം എന്നൊക്കെയുള്ളത് വേറെ കാര്യം, നല്ല സന്തോഷമുള്ള കാര്യം. അഥവാ നിങ്ങൾക്ക് ഇരിക്കേണ്ടി വന്നു, ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടുവാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് മിണ്ടാതെ പൂജ്യം വെട്ടിക്കളിക്കുകയോ അത്തരം കളികൾ ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ശബ്ദം ഉണ്ടാക്കരുത്. ശബ്ദം ഉണ്ടാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വേറെയാണ്. ജനായത്തായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശബ്ദം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല ക്ലാസ്സിൽ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾക്ക് പക്ഷേ അടുത്ത ആളോട് സംസാരിക്കാൻ തോന്നുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. മൂത്രമൊഴിക്കാൻ മുട്ടിയെ പിന്നെയും പിടിച്ചു നിർത്താം, വർത്താനം പറയാൻ മുട്ടിയെ പിടിച്ചു നിർത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് വർത്താനം പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ആളെയും കൈ പിടിച്ച് നിങ്ങൾക്ക് പുറത്തിറക്കിയിട്ട് വർത്താനം പറയാം. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. അത് ജനാധിപത്യപരമാണ്. പക്ഷെ ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്നത് ജനാധിപത്യപരമല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ആ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ആ ക്ലാസ് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള അവകാശമുണ്ട്. മാഷിന് ആ ക്ലാസ് എടുക്കാനുള്ള അവകാശമുണ്ട്. അത് രണ്ടിനെ അംഗീകരിക്കുന്നതിന്റെ പേരാണ് ജനാധിപത്യം, ഭൂരിപക്ഷത്തെ അല്ല. നിങ്ങളൊരു 50 ആള് ഇരിക്കുന്ന ക്ലാസ്സിൽ 49 പേര് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ അത് അംഗീകരിക്കുന്നതല്ല ജനാധിപത്യം. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. അതൊക്കെ നമ്മുടെ വലിയ തെറ്റിദ്ധാരണ. എവിടെ ഹിന്ദുക്കൾ കൂടുതലുള്ളത് കൊണ്ട് ഹിന്ദുക്കളുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കട്ടെ എന്ന് കേരളം എത്രയോ കാലമായിട്ട് ഭാഷയിലും സമൂഹത്തിലും സംസ്കാരത്തിലും തീരുമാനിച്ചുറപ്പിച്ചതിന്റെ പേര് ജനാധിപത്യം എന്നല്ല, തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ടാണ് നമുക്ക് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മുടെ ഒരു പുരോഗമന സർക്കാരിന്റെ മുഖ്യമന്ത്രിക്കും പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും കഥകളിത്തലയും മറ്റും നമ്മുടെ ഐക്കണായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. ആ കാലമല്ല, നമ്മൾ പുതിയ കാലത്ത് ജീവിക്കുമ്പോൾ അതിനെയൊക്കെ കുറച്ചൊരു വിമർശന ബുദ്ധിയോടുകൂടി നോക്കന്നെ വേണ്ടി വരും. പ്രാർത്ഥനയെ അങ്ങനെ നോക്കേണ്ടി വരും. പരവതാനി വിരിപ്പിനെ അങ്ങനെ നോക്കേണ്ടി വരും. ഈ പറഞ്ഞ ഓരോന്നിനെയും അങ്ങനെ സവിശേഷമായിട്ട് നോക്കേണ്ടി വരും. നമ്മുടെ പാട്രിയാർക്കിയെ അങ്ങനെ നോക്കേണ്ടി വരും. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്, ജനായത്ത വിരുദ്ധമാണ് എന്ന കാര്യം പതിയെ എങ്കിലും തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിൽ അതിനെ ഏത് നിലയ്ക്ക് മാറ്റാം എന്ന് ആലോചിക്കുകയും വേണം. അതെല്ലാം ഭാഷയുടെ കുറ്റമല്ല. കാരണം ഭാഷ മനുഷ്യനിർമ്മിതമാണ്, കുറ്റം മനുഷ്യൻ്റെതാണ്. ഭാഷ സ്വയംഭൂവല്ല, മനുഷ്യനിർമ്മിതമാണ്. നമ്മളാണ് ഭാഷയ്ക്കകത്ത് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവർ. നമ്മൾ തന്നെ അത് ചെയ്യുകയും വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്.